ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മട്ടൻ പെപ്പർ മസാലയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടനിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു സ്പൂൺ വിനാഗിരിയും ഒഴിച്ച് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. മട്ടൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, 6 വെളുത്തുള്ളി അല്ലി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇതിലേക്ക് 2 ബേ ലീഫും 1 ടീസ്പൂൺ കുരുമുളകും 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റേണ്ട. അതിനുശേഷം അതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും എല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളകും 3 കറുത്ത ഏലക്കയും 4 ഏലക്കയും എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മട്ടൻ ഇവിടെ ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റിയെടുത്തേക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കിതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.